കൊച്ചിയിൽ പാതി പാലിയം എന്ന ചൊല്ല് കേട്ടിട്ടില്ലേ? കൊച്ചി ഒരു നാട്ടുരാജ്യമായിരുന്ന കാലത്ത് 200ഓളം വർഷക്കാലം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നത് പാലിയത്ത കാരണവന്മാരായിരുന്നു. പാലിയത്തച്ഛന്മാർ എന്നറിയപ്പെട്ടിരുന്ന ഇവരുടെ പാലിയം കോവിലകമാണ് മച്ചകത്തിലൂടെ ഇന്ന് കാണുന്നത്. പറവൂർ ചേന്ദമംഗലത്തെ പാലിയം സമുച്ചയം. പാലിയം കോവിലകം, നാലുകെട്ട്, ബ്രാഹ്മണമഠം, പുതിയ മാളിക, പടിപ്പുരം മാളിക, ഭഗവതിത്തറ, കുളങ്ങൾ എന്നിവയെല്ലാം ഒരു സാമ്രാജ്യത്തിന്റെ ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. പണ്ടത്തെ കൊച്ചി, തിരുവിതാംകൂർ രാജ്യങ്ങളിലായി ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുടെ അധിപതിയായിരുന്ന പലിയത്തച്ഛന്മാരിൽ ഏറ്റവും പ്രശസ്തരായവർ കോമിയച്ചൻ ഒന്നമനും കോമിയച്ചൻ രണ്ടാമനും ബ്രിട്ടീഷുകാരോട് പൊരുതി തോറ്റ് മദ്രാശിയിലേക്ക് നാടുകടത്തപ്പെട്ട ഗോവിന്ദൻ വലിയച്ഛനുമാണ്. 350ഓളം വർഷങ്ങൾ പഴക്കമുള്ള ഈ കോവിലകം പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചതിന് സന്തോഷസൂചകമായി ഡച്ചുകാർ പാലിയത്തച്ഛന് പണിതു നൽകിയതാണ്. പൂർണ്ണമായും ഡച്ച് മാതൃകയിലുള്ള ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് വെട്ടുകല്ലും കുമ്മായവും കൊണ്ടാണ്. ഇവിടെ യുദ്ധത്തിന്റെ സ്മരണകളും പേറി പാലിയത്തച്ഛന്റെ ഈ ഉടവാളുകൾ. പോയ കാലത്തിന്റെ ഓർമ്മകളുമായി ഇവിടെയുള്ളത് ഈ സപ്രപഞ്ചക്കട്ടിലും കോൺഫറൻസ് മേശയുമാണ്. ദേവദാരുവും 68 തരം പച്ചമരുന്നുകളും ഉപയോഗിച്ച് പണിത ഈ കട്ടിൽ പാലിയത്തച്ഛൻ ഉപയോഗിച്ചിരുന്നതാണ്. കുറെ വർഷങ്ങൾക്ക് മുൻപ് വരെ സ്ത്രീകൾക്ക് പ്രവേശനം നിഷിദ്ധമായിരുന്ന കോവിലകത്ത് ഈ കാണുന്ന കല്ലുകൊണ്ടുള്ള ഇരിപ്പിടത്തിലിരുന്നാണ് അച്ഛൻ താഴെ നിൽക്കുന്ന പ്രജകളെ അഭിവാദ്യം ചെയ്തിരുന്നത്. പാലിയത്തച്ഛന്റെ ഈ കിടപ്പുമുറിയിലെ ചുവരിൽ ഒരു രഹസ്യവാതിലുണ്ട്. ചുമരിന്റെ വീതിയായ 2 അടിയിൽ തന്നെയാണ് ഈ വാതിലും നിർമ്മിച്ചിരിക്കുന്നത്. ശത്രുവിന്റെ ആക്രമണമുണ്ടായാൽ രക്ഷപ്പെടാനായാണ് ഈ വാതിൽ പണി കഴിപ്പിച്ചത്. മുകൾ നിലയിലെ വിശാലമായ മുറികൾ മുൻപ് പാലിയത്തച്ഛന്റെ ഗ്രന്ഥശാലയായിരുന്നു. ഇവിടുത്തെ ജനാല ചില്ലുകൾ നിറമുള്ള ബെൽജിയം ഗ്ലാസുകൾ കൊണ്ടുള്ളതാണ്. ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും നല്ല നയതന്ത്ര പ്രതിനിധി എന്നു പേരുകേട്ട ഭരണാധികാരിയുടെ കോവിലകത്തിന് പറയാൻ ഇന്നും കഥകളേറെ. 413 വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി പാലിയത്തച്ഛൻ പണികഴിപ്പിച്ചതാണ് പാലിയം തറവാടെന്ന ഈ നാലുകെട്ട്. ആഞ്ഞിലി, പ്ലാവ്, തേക്ക് എന്നീ തടികളാണ് തറവാട് നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. 6 മാസത്തോളം എണ്ണയിലിട്ട് പദം വരുത്തിയെടുത്ത തടികൾക്ക് ഇന്നും പഴക്കം തോന്നാൻ പ്രയാസം. ഈ തൂണുകളും മച്ചില കൊത്തുപണികളും നാലുകെട്ടിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഇവിടെ കാണുന്ന വലിയ വാതിലിലൂടെയല്ല അകത്തേക്കുള്ള പ്രവേശനം. തലകുനിച്ച് തറവാടിനെ വണങ്ങി അകത്തേക്ക് കയറാനായാണ് കിഴക്കുവശത്തെ ചെറിയ വാതിൽ. അകത്ത് നടുമുറ്റത്തിനടുത്തായി ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന അറ, അടുത്തടുത്തായി കിടപ്പുമുറികൾ. തറവാട്ടിൽ ഒരു മുറി എന്നാൽ ഒരു കിടപ്പുമുറി, ചെറിയ മറ്റൊരു മുറി, ഇടനാഴി, കുളിമുറി എന്നിവ ചേർന്നതാണ്. ഈ ഇടനാഴിയിൽ കൂടി മുൻപ് ഒരു തുരങ്കമുണ്ടായിരുന്നു. കോട്ടയിൽ കോവിലകത്തേക്കോ ആലുവാപ്പുഴയുടെ സംഗമസ്ഥാനത്തേക്കോ ചെന്നെത്താൻ പാകത്തിനായിരുന്നു തുരങ്കത്തിന്റെ നിർമ്മാണം. ഈ കാണുന്ന ഗൃഹനാസികയിലൂടെ നോക്കിയാൽ അടുക്കള വരെ നോട്ടമെത്തും. ഗോവണിപ്പടികൾ കയറി മുകളിലത്തെ നിലയിൽ ചെന്നാൽ അവിടെ നീണ്ട ഇടനാഴിയും ചുറ്റിനും കിടപ്പുമുറികളും കാണാം. പടിപ്പുര മാളികയ്ക്ക് സമീപം കാണാവുന്ന പുതിയ മാളികയിൽ 101 മുറികളുണ്ട്. ജന്മാന്തരം, സുഭദ്രം തുടങ്ങിയ സിനിമകൾ പാലിയത്ത് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും ഏറെ പ്രശസ്തമായത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനമായിരുന്നു.
മാറ്റമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളുമായി കോവിലകത്തിനോട് ചേർന്നുള്ള മാളികകളിൽ ഇവിടുത്തെ ഇളംമുറക്കാരുണ്ട്. ഒരു രാജ്യവും കുടുംബവും ഒരുമയോടെ ഭരിച്ചു പോന്ന ഭരണാധികാരികളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ, അവ പുതിയ തലമുറയ്ക്ക് പകർന്നു തരാൻ. പറഞ്ഞു തീരാത്ത കഥകളും നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള വാസ്തുവിദ്യയുടെ മികവുമാണ് ഇന്നും പാലിയം കോവിലകത്തേക്ക് നമ്മളെ ആകർഷിക്കുന്നത്.